സോ ISL തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു, വിച്ച് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു. ആൻഡ് ഈ 10 വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വേണ്ടി കുറെ മെമ്മറീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചിലത് നല്ല മെമ്മറീസ് ആയിരുന്നു, പക്ഷെ മെജോറിറ്റി ബാഡ് മെമ്മറീസ് ആയിരുന്നു. ആൻഡ് ഇതിനൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കുറെ പ്ലേയേഴ്സ് വന്നിട്ടും പോയിട്ടും ഉണ്ട്. ചിലത് ഇന്ത്യൻ ഇന്റർനാഷണൽസ് ആയിരുന്നെങ്കിൽ വേറെ കുറെ പേര് ഇന്റർനാഷണൽ സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തു 10 വർഷം കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് 11 ഉണ്ടാക്കാനുള്ള ടൈം ആയിരുന്നു. ഓരോ പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അവരുടെ ലെഗസിയും ജഡ്ജ് ചെയ്യാൻ ഈ 10 വർഷം ഏതാണ്ട് കറക്റ്റ് ലെങ്ത് ആണ്. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് 11. ഹിയർ വി ഗോ. Now ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഒരു ഫോർമേഷൻ ഫിക്സ് ചെയ്യുക എന്നാണ്. ഞാൻ ഫസ്റ്റ് ഒരു 4-4-2 ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു 4-3-3 ഫോർമേഷൻ ആണ് ചൂസ് ചെയ്തത്. പക്ഷെ ആ ഫോർമേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പൊസിഷനിൽ തന്നെ 2-3 ഗ്രേറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് വേറെ പൊസിഷൻ ആണെങ്കിലോ അത്ര ഗ്രേറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ചില ഗ്രേറ്റ് പ്ലേയേഴ്സിനെ ലീവ് ഔട്ട് ചെയ്യേണ്ടി വന്നു. ആൻഡ് അവരെക്കാട്ടും ലെസർ ക്വാളിറ്റി പ്ലേയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയും വന്നു. ആൻഡ് അങ്ങനെ കുറെ റിസർച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പെർഫെക്റ്റ് ഫോർമേഷൻ കിട്ടി. 3-4-1-2. Now, ഒരു ഓൾ ടൈം ഗ്രേറ്റ് 11 ഉണ്ടാക്കുമ്പോൾ ആരും ഈ ഫോർമേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ഫോർമേഷൻ. ഗോൾ കീപ്പേഴ്സ്. Now, ഈ 10 വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറെ ഗോൾ കീപ്പേഴ്സ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് സീസണിലെ മാനേജറും പ്ലെയറുമായിരുന്ന ഡേവിഡ് ജെയിംസിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സന്ദീപ് നന്ദി ഒരു ഓപ്ഷനാണ്. പക്ഷെ ഈ പൊസിഷനിൽ എല്ലാവരും ചൂസ് ചെയ്യാൻ പോകുന്നത് പ്രക്ഷുഭൻ ഗില്ലിനെ തന്നെയാണ്. ഗില്ല് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 40 ടൈംസ് ആണ് കളിച്ചത്. ആൻഡ് 21-22 ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സ് റണ്ണേഴ്സ് അപ്പ് ആയപ്പോ ഗില്ലായിരുന്നു ആ സീസണിൽ ഗോൾഡൻ ഗ്ലൗ ജയിച്ച ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ. ആൻഡ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മോസ്റ്റ് ക്ലീൻ ഷീറ്റ്സ് വെച്ചേക്കുന്ന ഗോൾ കീപ്പറും ഗില്ല് തന്നെയാണ്. ഡിഫൻഡേഴ്സ്. Now, എന്റെ ടീമിൽ 3 മാൻ ഡിഫൻസ് ആണ്. ആൻഡ് ഞാൻ ചൂസ് ചെയ്ത ഡിഫൻഡേഴ്സ് ആണ് ഫോർമീപ്പം, ലെസ്കോവിച്ച് ആൻഡ് സന്ദേശ് ജിങ്കൻ. Now, ഒരു 4 മാൻ ഡിഫൻസ് കളിക്കണമെങ്കിൽ എനിക്ക് 2 സെന്റർ ബാക്സ് ഞാൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ലീവ് ഔട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ആ ചോയ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, കാരണം ഇവർ 3 പേരും ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ആണ്. മിഡ്ഫീൽഡേഴ്സ്. Now, ഈ ടീം ലൈനപ്പ് നോക്കി അറിയാം, എനിക്ക് ടോട്ടൽ 5 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് വിംഗില് ഞാൻ ജസേലിനെയാണ് ചൂസ് ചെയ്യുന്നത്. ജസേൽ അത്ലറ്റിക് ആണ്, ഡിഫൻസീവ്ലി സ്ട്രോങ് ആണ്, ആൻഡ് ഫോർവേഡ് പാസും കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഓൾദോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജസേൽ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നെങ്കിലും ലെഫ്റ്റ് വിംഗ് ബാക്ക് പുള്ളിക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. അടുത്തത് റൈറ്റ് വിംഗ്. Now, ഈ പൊസിഷനിൽ അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് രാഹുൽ KP ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പൊ റൈറ്റ് ബാക്ക് കളിക്കണ പ്രീതം കോട്ടാലും ഒരു ഓപ്ഷനാണ്. ഓൾസോ ഇച്ചിരി കൂടെ അറ്റാക്കിംഗ് മൈൻഡുള്ള പ്ലെയർ വേണമെങ്കിൽ CK വിനീതും ഒരു ഓപ്ഷനാണ്. ആൻഡ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് CK വിനീതിനെയാണ്. Now, ഇനീഷ്യലി പ്രീതം കോട്ടാലായിരുന്നു എന്റെ ടീമിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ ഈ ടീം അത്യാവശ്യം ഡിഫൻസീവ്ലി സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റൈറ്റ് വിംഗിൽ ഇച്ചിരിയും കൂടെ അറ്റാക്കിംഗ് മൈൻഡഡ് പ്ലെയറിനെ ചൂസ് ചെയ്യാമെന്ന്. CK വിനീത് ഇതിനുള്ള പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഗോൾസ് ആവട്ടെ, അറ്റാക്കിംഗ് പ്ലേന്റെ സ്പീഡ് ആവട്ടെ, അല്ലെങ്കിൽ പാസിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം CK വിനീതിന് അത്യാവശ്യമുണ്ട്. പക്ഷെ CK വിനീതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ക്ലച്ച് മൂവ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ്. 0-0 ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയിൽ ലാസ്റ്റ് മിനിറ്റ് വിന്നർ സ്കോർ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ 1-ൽ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കളി ഗോൾ സ്കോർ ചെയ്ത് 1-1 ഡ്രോ ആക്കാനുള്ള എബിലിറ്റി, ആ മൊമെന്റ്സ് ഒക്കെ കാരണമാണ് ഫാൻസിന്റെ മൈൻഡിൽ CK വിനീത് ഒരു കൾട്ട് ഹീറോ ആയത്. സെന്റർ മിഡ്ഫീൽഡേഴ്സ്. ഇതായിരുന്നു ഈ ലിസ്റ്റിലെ ബൈ ഫാർ ദ ഹാർഡസ്റ്റ് ചോയ്സ്. കാരണം എനിക്കുണ്ടായിരുന്ന ഓപ്ഷൻസ് സഹല്, വിക്ടർ പുൽഗ, കുട്ടിയ, ജിക്സൺ, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ സ്റ്റീഫൻ പിയേഴ്സൺ, ഹോസു, ഇഷ്ഫാഖ് അഹമ്മദ്, മെഹ്താബ് ഹുസൈൻ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്യാൻ പോണത് സഹലിനെയും പുട്ടിയേനെയുമാണ്. സഹലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് ഉണ്ടാക്കിയ പ്ലെയർ. ആൻഡ് പുട്ടിയാണ് ഈ ടീമിന് വേണ്ടിയുള്ള പെർഫെക്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറും. ഞാൻ ഓൾമോസ്റ്റ് ഈ ടീമിൽ ജിക്സനെയും പുട്ടിയേനെയുമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് ഉണ്ടാക്കിയ ഒരാളെ ലീവ് ഔട്ട് ചെയ്യണത് കറക്റ്റ് അല്ലെന്നും. അതുകൊണ്ട് സഹൽ ആൻഡ് പുട്ടിയ. Now, നിങ്ങൾക്ക് ജിക്സനെയും പുട്ടിയേനെയും ചൂസ് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ്ലി ഫൈൻ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അഡ്രിയാൻ ലൂണ. ഈ ടീമിൽ ബാക്കി പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ലൂണനെ ചൂസ് ചെയ്യുന്നതിന് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് പോലും ചെയ്യാനുള്ള ഐ റെഫ്യൂസ് ടു എക്സ്പ്ലെയിൻ. നെക്സ്റ്റ്, ഫോർവേഡ്സ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ലൂണനെ ചൂസ് ചെയ്യുന്ന പോലെ ഇതായിരുന്നു ഏറ്റവും ഈസിയസ്റ്റ് ചോയ്സ്. കാരണം എന്റെ 2 ഫോർവേഡ്സ് ആണ്, ഒരെണ്ണം ഡിമിയും മറ്റത് ഒപ്പച്ചയും. KBFCയുടെ ഹയസ്റ്റ് ഗോൾ സ്കോറും KBFCയിൽ കളിച്ച ഏറ്റവും ടാലന്റഡ് പ്ലെയറും. ബെഞ്ച് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് വാസ്കേസിനെയും പെരാഡിയാസിനെയും ഹ്യൂമിനെയൊക്കെ വയ്ക്കാം. പക്ഷെ ഇവരാരും ഡിമിക്കും ഒക്ബച്ചയ്ക്കും പകരം ഈ ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. സോ അതാണ് എന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് 11. നിങ്ങൾക്ക് ഇതിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് 11 എന്തായിരിക്കും എന്നുള്ളതും കൂടെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ടീമിന്റെ മാനേജർ ആരായിരിക്കും? ഇത് ഇത്ര വലിയ ഡിബേറ്റ് ആണോ? ഇതിന് ആൻസർ എന്തായാലും പീറ്റർ ടൈലർ ആണ്.
ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാനേജർ ഓഫ് ഓൾ ടൈം. എൻഡ് ഓഫ് ഡിസ്കഷൻ. ഓൾസോ ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ലെവൽ എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ദീസ് ഔട്ട്.